ഒരു മുസ്ലിമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും കടന്നു വരുന്ന അദ്കാറുകളെ സംബന്ധിച്ച്, ദുആകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ പഠിപ്പിക്കപ്പെട്ട അദ്കാറുകളിൽ വളരെ പ്രധാനപ്പെട്ട 4 സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഈ പറയപ്പെട്ട അദ്കാറുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും 4 രൂപത്തിലുള്ള സമീപനങ്ങളാണ് ഈ അദ്കാറുകളോട് ആളുകൾ സ്വീകരിച്ചു വരുന്നത്. ഒന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ, ഒന്ന് ഈ പറയപ്പെട്ട ദിക്റുകളുടെ ഫളായിലുകളെ സംബന്ധിച്ച് തീരെ മനസ്സിലാക്കാത്ത ആളുകൾ. അവരിതിനെ സംബന്ധിച്ചിടത്തോളം ജാഹിലീങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിന്റെ സവാബിനെ സംബന്ധിച്ചും ഇതിന്റെ അജറിനെ സംബന്ധിച്ചും ഫളായിലുകളെ സംബന്ധിച്ചും ജാഹിലീങ്ങളായ ആളുകൾ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിക്റുകൾ അവർ ചെല്ലാറില്ല. കാരണം അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരല്ല. രണ്ടാമത്തെ വിഭാഗം ആളുകൾ, അവർ ദിക്റുകളൊക്കെ ചെല്ലുന്ന ആളുകളാണ്. അദ്കാർ സ്വബാഹ് ഉണ്ടാവും, അദ്കാറുൽ മസാ ഉണ്ടാവും, അതേപോലെ തന്നെ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള അദ്കാറുകൾ ഉണ്ടാകും. ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട അദ്കാറുകളൊക്കെ ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ദിക്റുകളെ അവഗണിക്കുന്ന ആളുകളുണ്ട്. കാരണം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദിക്റാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ദീർഘമായിട്ടുള്ള ദിക്റുകൾ ഹിഫ്ളാക്കിയ ആളുകളും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുകൾ ചെല്ലാറില്ല. അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട ഒരു മഹത്വം, പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതൊരു സത്യമാണ്. വളരെ പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ ഹിഫ്ളാക്കിയിട്ടുള്ള ആളുകളായിരിക്കും അവർ. കുറച്ചൊക്കെ ദീർഘമായിട്ടുള്ള അദ്കാറുകൾ മൂലം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ പറയപ്പെട്ടത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് അവർ അവഗണിക്കും. ഇതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. മൂന്നാമതൊരു വിഭാഗം ആളുകൾ അവർ അദ്കാറുകളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ അദ്കാറുകളുടെ ഫളായിലുകളും അത് ജീവിതത്തിൽ പതിവാക്കിയാൽ കിട്ടുന്ന അതിന്റെ സവാബിനെ സംബന്ധിച്ചും അജറിനെ സംബന്ധിച്ചൊക്കെ അറിഞ്ഞിട്ടുള്ള ആളുകൾ. പക്ഷെ മടി കൊണ്ട് അവരെ ചെയ്യാറില്ല. ഇബ്നു സബീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയപ്പെട്ട ഒരു ഹദീസിന്റെ വിശദീകരണത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവർ ദുനിയാവിന്റെ ഷൂലുകളിലാണ്. ഇതിന്റെ ഫളായിലുകളെ സംബന്ധിച്ചൊക്കെ അവർക്ക് ഇൽമുണ്ട്. പക്ഷെ അവർക്ക് സമയം കിട്ടാറില്ല. 24 മണിക്കൂർ തികയാത്ത ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെ മടി കൊണ്ട്, അലസത കൊണ്ട് ദുനിയാവിന്റെ ഷോലുകളിൽ വിട്ടുകൊണ്ടത് ചെല്ലാത്ത ആളുകളാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ. നാലാമത്തെ വിഭാഗം ആളുകൾ കൃത്യമായി ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. മറ്റുള്ള ദിക്റുകൾ അതോടൊപ്പം ഈ പറയപ്പെട്ട ദിക്റുകളും അത് പതിവാക്കുന്ന ആളുകളുണ്ട്. ഈ 2 രൂപത്തിലാണ് ഈ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് മാത്രമാണ് നമ്മുടെ വിഷയം. ഒന്ന് മുത്തലക്കായിട്ട്, മറ്റൊന്ന് മുഖയ്യദായിട്ട്. 2 രൂപത്തിലും ഈ ദിക്റുകൾ പറയപ്പെട്ടിട്ടുണ്ട്. മുത്തലക്ക് എന്ന് പറഞ്ഞാൽ നിരുപാധികമായിട്ട് നമുക്ക് ഏത് സന്ദർഭത്തിലും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാം. മുഖയ്യദ് എന്നുള്ളത് ചില പ്രത്യേകമായ അമലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ചില പ്രത്യേകമായ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ മുത്തലക്കായിട്ടും മുഖയ്യദായിട്ട് ഇത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നാലാമത്തെ വിഭാഗം. ഇതിൽ ഈ നാലാമത്തതിലാണോ അതല്ല നേരത്തെ പറഞ്ഞിട്ടുള്ള പിന്നെ 3 വിഭാഗം ആളുകളിലാണോ നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പറയപ്പെട്ടിട്ടുള്ള 4 വിഭാഗം ആളുകളും മനസ്സിലാക്കേണ്ട ചില ഹദീസുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിനെ അവഗണിക്കുന്നവരാണെങ്കിലും, ഇതിനെ സംബന്ധിച്ച് ഇൽമില്ലാത്ത ആളുകളാണെങ്കിലും, മടികൊണ്ട് ഒഴിവാക്കുന്ന ആളുകളാണെങ്കിലും, ഈ സുബ്ഹാനല്ലാഹ്, ഈ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെയധികം ഫളായിലുകളുള്ള, വളരെയധികം അജ്ർ കിട്ടുന്ന, സവാബ് കിട്ടുന്ന ചില ദിക്റുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട, കലാമിൽ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടത് 4 എണ്ണമാണ്. ഇവിടെ കലാം എന്നുള്ളതിന്റെ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. മനുഷ്യന്മാരുടെ സംസാരം, അതല്ലാത്ത ചില വിഷയങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കലാമിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 4 കലിമത്തുകൾ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമ്മുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 4 കലിമത്തുകൾ. അത് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. അപ്പൊ ഈ 4 കലിമത്തുകൾ ചില്ലറക്കാരല്ല. നമ്മുടെ സംസാരങ്ങളിൽ നമ്മളൊക്കെ വാതോരാതെ സംസാരിക്കുന്ന ആളുകളാണ്. ഇതെല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ കലാമുകളിൽ 4 എണ്ണം അള്ളാഹുവിന് അഹബ്ബാണ്. അത് ഈ പറയപ്പെട്ട 4 എണ്ണം. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത എന്നുള്ളത് കാണാം. ഇതിൽ ഈ പറയപ്പെട്ട 4 എണ്ണത്തിൽ നിന്ന് ഏതുകൊണ്ട് ആരംഭിച്ചാലും അത് പ്രശ്നമുള്ള കാര്യമല്ല. അത് തെർത്തീബ് ഷർത്തല്ല എന്നർത്ഥം. ഈ പറയപ്പെട്ട ഹദീസിൽ വന്നിട്ടുള്ള തെർത്തീബ് ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ആ തെർത്തീബ് ഷർത്തല്ല. അത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. എന്നാൽ ഈ ഹദീസിനെ മൊത്തത്തിൽ വിശദീകരിച്ചിട്ട്
വേറുള്ള ഹദീസുകളുമായി ഇതിനെ താരതമ്യം ചെയ്ത് വിശദീകരിച്ച അഹ്ലുൽപ്പെട്ട ആളുകൾ പറഞ്ഞത് എന്താണ്? തർത്തീബാണ് എന്താ അഫ്ളൽ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ടല്ലോ. ഈ ഹദീസിൽ പറഞ്ഞ എന്താ? തർത്തീബ് ഷർത്തല്ല എന്നുള്ളതാണ് ഈ ഹദീസ് മനസ്സിലാവുന്നത്. എന്നാൽ അഫ്ളൽ ഔല അത് തർത്തീബ് അനുസരിച്ച് പറയുന്നതാണ് എന്നുള്ളത് ഇതിന്റെ ശാരീഹികൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കി കലാമുകളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് 4 1. ഈ രണ്ടാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ നഖൂല, ഞാൻ പറയുന്നതാണ് എനിക്കിഷ്ടം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. എന്തിനേക്കാൾ ഇഷ്ടം? തീർച്ചയായും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതാണ്. ഈ പറയപ്പെട്ട 4 അതാണ് എനിക്കിഷ്ടം. എന്തിനേക്കാൾ? അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസു. ഇതിന്റെ ഷർഹിൽ കാണാം, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ പറയപ്പെട്ട 4 ദിക്റുകളാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കലാമത്ത് 4. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടം ഈ 4. പറയാനൊരു മെനക്കെടുമില്ല. അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസു എന്നുള്ളതിൽ ഒന്നിലധികം ഷറഹുകൾ വന്നിട്ടുണ്ട്. ഒന്നീ പറഞ്ഞ തന്നെ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. രണ്ടാമതൊരു ഷറഹ് വന്നിട്ടുള്ളത്, ഈ ദുനിയാവ് എനിക്കാണ് കിട്ടി, ഈ ദുനിയാവിലുള്ള മുഴുവനും ഞാനതാണ് സ്വതക്ക കൊടുത്തു. അത് സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ 4. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ ഇല്ലാത്ത സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളതാണ്. വേറെ വിശദീകരണങ്ങൾ അതിന് വന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട ഹദീസിന്റെ വിശദീകരണത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത്, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മനോഹരമായൊരു ഷറഹ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇദാ ഫർളിന ഇൻദക മുൽക്കു ദുനിയ കുല്ലുഹ മാദാ തസ്തഫീദ്. ഇബ്നു ഉസൈമീൻ ചോദിക്കാണ്, ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ള മുഴുവൻ ആധിപത്യവും ഉടമസ്ഥാവകാശവും നിനക്ക് കിട്ടി, മാദാ തസ്തഫീദ്, നിനക്ക് അതുകൊണ്ട് എന്താണ് ഉപകാരം? ലാ തസ്തഫീദ് ഷൈഅ ലാകിൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഹിയൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അത് ബാഖിയാത്തു സ്വാലിഹാത്തുകളാണ്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ്. റിയാദ് സ്വാലിഹിന്റെ ഷറഹിലാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. അതിന്റെ കുറച്ച് മുകൾ ഭാഗത്ത് ഇബ്നു ഉസൈമീൻ പറയുന്നുണ്ട്, ഇത് ആളുകൾ ചെല്ലാതിരിക്കാനുള്ള കാരണം ലിഅന്ന ശൈത്വാന യുകസ്സിലുഹു വയഖ്ദുലുഹു വയുസബ്ബിതുഹു അൻഹാ. ശൈത്താൻ അവനെ മടിയനാക്കുകയാണ്, ശൈത്താൻ അവനെ അലസനാക്കി തീർക്കുകയാണ്, ശൈത്താൻ അവൻ അവന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് ചെല്ലുന്നില്ല എന്നുള്ളത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. കാരണം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കും. ഇത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ, അതല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിൽ, ഇത് പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അതിന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ രണ്ടാമത്തെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ സൗകര്യങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ 4 ദിക്റുകളാണ് എന്നുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഖുദൂ ജുന്നതകും മിനന്നാർ. ഖുദൂ ജുന്നതകും, ഇതിന്റെ വേറെ റിപ്പോർട്ടിൽ കാണാം, നിങ്ങൾ നിങ്ങളുടെ പരിചകൾ സ്വീകരിക്കണം, സംരക്ഷണം സ്വീകരിക്കണം. ഖുദൂ ജുന്നതകും. സ്വഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് മിൻ അദുവിൻ ഹദർ. ശത്രുക്കൾ വല്ലവരും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ? ശത്രുക്കൾ ആരെങ്കിലും നമ്മളെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടോ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ പ്രൊട്ടക്ഷൻ കൈക്കൊള്ളണം എന്നുള്ളതാണ്. അതിന്റെ മറ്റൊരു റിപ്പോർട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തില്ല, അല്ല, ഏതെങ്കിലും ശത്രുക്കളെ സംബന്ധിച്ചല്ല ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നത്, മറിച്ച് ഖുദൂ ജുന്നതകും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള കവചം, അതിൽ നിന്നുള്ള രക്ഷ നിങ്ങൾ സ്വീകരിക്കണം എന്നിട്ട് പറഞ്ഞെടുത്തു. ഏതാണത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഏതാ? ഖൂലൂ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ പറയപ്പെട്ട 4 തീർന്നിട്ടില്ല. ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഫഇന്നഹുന്ന, ഈ പറയപ്പെട്ട 4 നമ്മൾ അവഗണിക്കുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് യഅതീന യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഈ കലിമാത്തുകൾ വരും, ഈ ദിക്റുകൾ വരും. മുഖദ്ദിമാത്തിൻ മുഅഖിബാത്തിൻ വ മുജന്നിബാത്തിൻ, ഒന്നിലധികം വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. മുഖദ്ദിമാത്തിൻ വ മുഅഖിബാത്തിൻ വ മുജന്നിബാത്തിൻ. അവൻ ചൊല്ലിയിട്ടുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖിയാമത്ത് നാളിൽ അവന്റെ മുന്നിലുണ്ടാവും, അവന്റെ പിന്നിലുണ്ടാകും, അവന്റെ വലത് ഭാഗത്തുണ്ടാവും, അവന്റെ ഇടത് ഭാഗത്തുണ്ടാകും. ഈ ഹദീസിനെ വിശദീകരിച്ച ശാരിഹ്യങ്ങൾ പറഞ്ഞു, ഒരു സൈന്യം ഒരു സൈന്യാധിപനെ അല്ലെങ്കിൽ ഒരു രാജാവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ
ഈ പറയപ്പെട്ട സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകത്തിൽ നിന്നും ആ മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് ആ കവചം, നരകത്തിൽ നിന്നുമുള്ള ആ രക്ഷാകവചം നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അതല്ലാതെ ശത്രുക്കളിൽ സംബന്ധിച്ചല്ല ഞാൻ താക്കീത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് അബൂ ഹുറൈറയിൽ നിന്ന് നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, തൊബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെയും വിശദീകരണങ്ങൾ ഈ ഹദീസുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നരകത്തിൽ നിന്ന് മനുഷ്യനെ ഈ ദിക്റുകള് പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളതാണ്. മൂന്നാമത്തെ ഹദീസിൽ നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു തആല അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്. ഇന്ന മിമ്മാ തദ്കുറൂന മിൻ ജലാലില്ലാഹി, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ, തസ്ബീഹ് വത്തഹ്ലീൽ വത്തഹ്മീദ്. ഇതിൽ തഹ്ലീൽ കൂടുതലായി, തഹ്ലീൽ പറഞ്ഞു, തസ്ബീഹ് പറഞ്ഞു, തഹ്മീദ് പറഞ്ഞു, തക്ബീർ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഏത് ദിക്റുകളാണ് ഇതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്? ഇങ്ങനെ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്റുകൾ യൻഅതിഫുന ഹൗലൽ അർശി, അള്ളാഹുവിന്റെ അർശിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ അർശിന് ചുറ്റും കറങ്ങും. എന്ത് കറങ്ങിക്കൊണ്ടിരിക്കും? ഈ പറയപ്പെട്ട ദിക്റുകൾ. ഇതിന്റെ ശാരീരികങ്ങൾ പറഞ്ഞു. ഒരു ഹാജി അല്ലെങ്കിൽ ഒരു മുഅ്തമിർ, ഒരു ഉംറ ചെയ്യുന്ന ഒരാള് കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ അർശ്, ആ അർശിന് ചുറ്റും ഈ ദിക്റുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ലഹുന്ന ദവിയുൻ കദവിയിൻ നഹ്ലി, തേനീച്ചയുടെ മുളക്കം പോലത്തെ ഒരു മുളക്കുണ്ടാവും. ദവിയുൻ നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ചന്റെ ഒരു ഇരമ്പലുണ്ടല്ലോ, തേനീച്ചയുടെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിന്റെ ശാരീരികങ്ങൾ പറഞ്ഞു. ആ ഒരു ഇരമ്പല് അല്ലെങ്കിൽ ആ ഒരു മുളക്കം ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദിക്റുകൾ. ഓരോരുത്തരും ആവർത്തിച്ച് ഒരു ദിവസം നിസ്കാരത്തിന് ശേഷം തന്നെ എത്ര പ്രാവശ്യം, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ്, അതല്ലാത്ത സന്ദർഭങ്ങളിൽ എത്ര പ്രാവശ്യമാണ്. അപ്പൊ ഇതിങ്ങനെ ഓരോരുത്തരും നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദിക്റുകൾ അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരു തേനീച്ചയുടെ ശബ്ദം പോലത്തെ ഒരു ശബ്ദകരകളും അങ്ങനെ അത് അർശിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു തുദക്കിറു ബിസ്വാഹിബിഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ആ ശബ്ദത്തെ കുറിച്ച് പറയണം. ആരാണോ ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ആ സുബ്ഹാനല്ലാഹ് അവർ പറയും, ഇന്ന ആള് അല്ലാഹുവേ ഇതാ സുബ്ഹാനല്ലാഹ് പറഞ്ഞിരിക്കുന്നു, അഹ്മദ് ഇതാ അൽഹംദുലില്ലാഹ് പറഞ്ഞിരിക്കുന്നു, മുഹമ്മദ് ഇതാ അല്ലാഹു അക്ബർ പറഞ്ഞിരിക്കുന്നു. ആ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ ദിക്റുകൾ ഇങ്ങനെ ആ സിംഹാസനത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ട്, അള്ളാഹുവിന്റെ അർശിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ആരാണോ ആ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. എത്രമാത്രം മഹത്തരമായിട്ടുള്ള ഒരു ഫദലാണത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അമാ യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നില്ലേ, അനകൂന ലഹു ഔലാ യസാലു ലഹു മൻ യുദ്കറു ബിഹി, അള്ളാഹുവിന്റെ അർശിന്റെ അടുത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾ പരാമർശിക്കപ്പെടണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങളെ സംബന്ധിച്ച് പറയപ്പെടണമെന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നുള്ളത് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്. ഇത് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, സ്വഹീഹായിട്ടുള്ള ഹദീസ്. ഇന്നാള് സുബ്ഹാനല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ആ ദിക്റുകൾ പറയണം, അതാണ് ആ ശബ്ദം. ഇന്നാള് അൽഹംദുലില്ലാഹ് പറഞ്ഞിരിക്കുന്നു, ഇന്നാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അവിടെ നമ്മുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം മഹത്തരമായിട്ടുള്ള ഒരു ഫദലാണ് ഈ ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവഗണിക്കുന്ന ഈ സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഇതിന്റെ വിശദീകരണത്തിൽ ശാരീരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദിക്റുകൾ ഏതാകട്ടെ, നമ്മുടെ പ്രത്യേകം ചിലത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ആ ദിക്റുകൾ പറയുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അർശിന്റെ അടുത്ത് വെച്ചിട്ട് പരാമർശിക്കപ്പെടുമെന്നുള്ളതാണ്. നമ്മൾ ദുനിയാവിന്റെ ഒരു കാര്യം എടുത്തു നോക്കി, നമ്മുടെ ഒരു ബോസിന്റെ അടുത്ത് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ മുദീറിന്റെ അടുത്ത് നമ്മളെ സംബന്ധിച്ച് ഒരാൾ പറയാന്നുള്ളത് അത് നമുക്ക് എത്രത്തോളം ആഹ്ലാദം ഉണ്ടാക്കുന്ന, സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ റബ്ബിന്റെ അടുത്ത് വെച്ചിട്ട് നമ്മുടെ പേര് ഇന്നാള് അയാളെ സുബ്ഹാനല്ലാഹ് അതിന്റെ മഹത്വത്തെ വാഴ്ത്തിയിരിക്കുന്നു, തസ്ബീഹ് ചെയ്തിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരിക്കുന്നു. ഇത് എത്രമാത്രം ഫദലാണ് ഒരു മുസ്ലിമിന് കിട്ടാവുന്ന, ഒരു മുഅ്മിന് കിട്ടാവുന്ന ഫദലാണ്. ഇതൊക്കെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ നഷ്ടമാണ്. അബൂദാവൂദ് ധരിച്ച മറ്റൊരു ഹദീസില്, അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ധരിച്ചിട്ടുള്ള ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസ്ലതാനി ഔ ഖല്ലതാനി, രണ്ട് കാര്യങ്ങൾ, 100 2 ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൽ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന. ആ 2 കാര്യങ്ങൾ ഒരു മുസ്ലിം പതിവാക്കിയാൽ ഉറപ്പാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളത്. ഇല്ലാ ദഖലൽ ജന്ന എന്നാണ്. ആ 2 കാര്യങ്ങൾ ഒരാൾ പതിവാക്കിയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. 2 കാര്യങ്ങൾ മനസ്സിലാണ്ടോ? ഏതാണ് 2 കാര്യങ്ങൾ? ഉമാ യസീറുൻ വമൻ യഅമലു ബിഹിമാ ഖലീലുൻ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്?
നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ ഈ രണ്ട് കാര്യങ്ങൾ യസീർ, ആ രണ്ട് കാര്യങ്ങൾ ഈസിയാണ്, എളുപ്പമുള്ള രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ അത് ചെയ്യുന്ന ആളുകൾ ഖലീലുൻ, വളരെ കുറച്ചുള്ളൂ. നമ്മൾ ഓരോരുത്തർ, കാരണം എന്നൊക്കെ എല്ലാവരും ദുനിയാവിന്റെ പിന്നാലെ. ഈ പറയപ്പെട്ട എത്രയോ എളുപ്പമുള്ള ഈ ദിക്റുകൾ പോലും അതിൻ്റെതായ സമയത്ത് പോലും ചെല്ലാൻ സമയം കിട്ടാത്ത ആളുകളാണ് പല ആളുകൾ. ഇതൊക്കെ ദിക്റുമായിട്ട് തീരെ ബന്ധമില്ലാത്ത ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ വേറെ ഒരുപാട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അതിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ദിക്റുകളുമായി ബന്ധമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ദിക്റുകൾ ജീവിതത്തിൽ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഈ രണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്, എന്നാൽ അത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് എന്നിട്ട് പറഞ്ഞു കൊടുത്തതാണ് രണ്ട് കാര്യങ്ങൾ. യുസബ്ബിഹു ഫീ തുബരി കുല്ലി സ്വലാത്തിൻ അശറ, ഓരോ നമസ്കാരത്തിന് ശേഷവും 10 പ്രാവശ്യം തസ്ബീഹ്, വയഹ്മദു അശറ 10 പ്രാവശ്യം തഹ്മീദ്, വയുകബ്ബിറു അശറ 10 പ്രാവശ്യം തക്ബീർ, ഫദാലിക 50 വമിയ മിൽ ലിസാൻ, നാവ് കൊണ്ട് അത് 150 ആയി, വഅൽഫു വഖംസുമിയ ഫിൽ മീസാൻ, മീസാനിൽ അത് 1500 ആയി. 10 10 10. എത്ര ഈസി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാ. ഒന്നാമത്തെ കാര്യം ഇതാണ്, നിസ്കാരത്തിന് ശേഷം അൽഹംദുലില്ലാഹ് 10, സുബ്ഹാനല്ലാഹ് 10, തക്ബീർ 10. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, പറയാൻ ഈസിയാണ്, ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, അമലാക്കുന്ന ആൾക്കാർ കുറവാണ്. ഇവിടെ 150 എന്ന് പറയാനുള്ള കാരണം എന്താ, നാവുമ്മ 150 എന്ന് പറയാൻ കാരണം 5 നേരത്തെ നിസ്കാരം, ആ 30 × 5, ഒരു നേരം 30, അങ്ങനെ 150. പിന്നെ 1500 എന്ന് പറയാനുള്ള കാരണം എന്താ, മീസാനിൽ അത് 1500 ആയിട്ട് വരും, ഇരട്ടിക്കാണ്. കാരണം ഒരു നന്മക്ക് 10 പ്രതിഫലം. അപ്പൊ 150 × 10, അതിന്റെ ഓരോന്ന് അതിന്റെ ഗുണിച്ചു നോക്കുക, അങ്ങനെ 1500. അപ്പൊ മീസാനിൽ അതെന്താണ്, ഒരു നന്മക്ക് 10 പ്രതിഫലം വെച്ചിട്ട് കിട്ടും, അങ്ങനെ 1500. ഇതാണ് ഒന്നാമത്തത് പറഞ്ഞത്. രണ്ടാമത്തത് പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ളത്. ഞാൻ ആ ഹദീസ് അതിലേക്ക് വരുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചു കൊടുത്ത ഹദീസ്. ഈ രണ്ട് കാര്യങ്ങൾ അത് എളുപ്പമാണ്, പക്ഷെ ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ. അതിലെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞത് എന്താ, അതൊരാൾ പതിവാക്കണം, അതൊരാൾ പതിവാക്കിയാൽ. ഈ ഹദീസിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ലാ യുഹാഫിദു അലൈഹിമ അബ്ദുൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിം അത് പതിവാക്കുകയാണെങ്കിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് പതിവായിട്ട് ചെയ്യണം. ഇതിൽ 10 പ്രാവശ്യം, നേരത്തെ നമ്മൾ ആ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് അൻവാകളുണ്ട്. വെറും 33 പ്രാവശ്യം മാത്രമല്ല, അല്ലെങ്കിൽ 100 പ്രാവശ്യം മാത്രമുള്ളതല്ല ഉള്ളത്, 10 പ്രാവശ്യം ഉള്ളത് വന്നിട്ടുണ്ട്. ആ ഹദീസാണിത്, അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഇതിൽ വന്നിട്ടുള്ള നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യമാണ്, 30, പിന്നെ 150, അത് 1500. അപ്പൊ ഇതൊരാൾ പതിവാക്കിയാൽ ആൾക്ക് സ്വർഗത്തിൽ പോകാം എന്നുള്ളതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അൻസാറുകളായ മുഹാജിറുകളായ ആളുകൾ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു കംപ്ലൈന്റും കൊണ്ടുവന്നു. കംപ്ലൈന്റ് ആരെ കുറിച്ചാണ്, പണക്കാരായ ആളുകളെ സംബന്ധിച്ചാണ്, പണക്കാരെ സംബന്ധിച്ചാണ് കംപ്ലൈന്റ്. അവർക്കുള്ള കംപ്ലൈന്റ് എന്താ, അവർക്ക് അള്ളാഹു സമ്പത്ത് കൂടുതൽ കൊടുത്തു എന്നുള്ളതൊന്നല്ല കംപ്ലൈന്റ്. അവർ പറഞ്ഞു ദഹബ അഹ്ലു ദുസൂരി മിനൽ അംവാലി ബിദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. ഇതാണ് കംപ്ലൈന്റ്. സമ്പന്നരായ ആളുകൾ പ്രതിഫലമൊക്കെ കൊണ്ടുപോവുകയാണ്, ഇതാണ് അവരുടെ കംപ്ലൈന്റ്. ശാശ്വതമായ അനുഗ്രഹങ്ങൾ, നിയമത്തുകളൊക്കെ അവർ കൊണ്ടുപോവുകയാണ്. കാരണം ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവരും നോമ്പ് നോൽക്കുന്നു. എന്നാൽ അവർക്ക് എന്തിന്റെ ഫضل? സമ്പത്തിന്റെ ഫضل അവർക്കുണ്ട്. വലഹും ഫضل മിൻ അംവാലിൻ യഹുജ്ജൂന ബിഹാ വയഅ്തമിറൂന വയുജാഹിദൂൻ വയതസദ്ദഖൂൻ. അവർക്ക് സമ്പത്തുണ്ട്, അതുകൊണ്ട് അവരെ ഹജ്ജ് ചെയ്യണം, അവർ ഉംറ ചെയ്യണം, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം, അവർ സ്വതക്ക കൊടുക്കണം. ആ ഫضل ഫക്കീറന്മാർക്ക് കിട്ടൂലല്ലോ. മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഫക്കീറന്മാരാണല്ലോ, പലരും ഫക്കീറന്മാരായിരുന്നല്ലോ. അപ്പൊ ഇവരുടെ കംപ്ലൈന്റ് ഇതാണ്, പണക്കാരായ ആളുകളെ സംബന്ധിച്ചുള്ള കംപ്ലൈന്റ് ഇതാണ്, പ്രതിഫലമൊക്കെ അവർ കൊണ്ടുപോകണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, ആ കംപ്ലൈന്റ് പരിഹരിച്ചു കൊടുക്കണം. എന്താ കംപ്ലൈന്റ്? അതിനുള്ള പരിഹാരം എന്താ അറിയാം? അവർക്കെതിരെ ദുആ ചെയ്യാനൊന്നല്ല, അവർക്കുള്ള പരിഹാരം പറഞ്ഞു കൊടുത്തത് അലാ ഉഹദ്ദിസുക്കും ഇൻ അഹത്തും അദറക്തും മൻ സബഖക്കും വലം യുദ്രികുക്കും അഹദും ബഅദക്കും വകുൻതും ഖൈറ മൻ അൻതും ബൈന ലഹ്റാനൈ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ഓവർടേക്ക് ചെയ്ത ആളുകളുടെ ഒപ്പം എത്താൻ നിങ്ങൾക്ക് സാധിക്കും. 1, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത ആളുകളെ അവരോട് ഒപ്പം എത്താൻ പറ്റും. 1. രണ്ടാമത് പറഞ്ഞത്, നിങ്ങൾ ചെയ്തതുപോലെ ചെയ്താലല്ലാതെ നിങ്ങൾക്ക് ശേഷമുള്ള ഒരാൾക്കും നിങ്ങളോടൊപ്പം എത്താൻ കഴിയില്ല ഫضലിന്റെ കാര്യത്തിൽ. അപ്പൊ ആർക്കെങ്കിലും നിങ്ങളോടൊപ്പം എത്തണമെങ്കിൽ വേണം നിങ്ങൾ ചെയ്യുന്നത് പോലുള്ള അമല് ചെയ്യണം. അതല്ലാത്ത ഒരാൾക്കും നിങ്ങളോടൊപ്പം എത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ശേഷമുള്ള ഒരാൾക്കും നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാകാനും കഴിയില്ല നിങ്ങൾ ചെയ്തതുപോലെ ചെയ്താലല്ലാതെ. ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾക്കിടയിൽ നിങ്ങളായിരിക്കും ഖൈർ. നിങ്ങളുടെ ആളുകൾക്കിടയിൽ ഏറ്റവും ഖൈറായ ആളുകൾ, ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ, ഉത്തമരായിട്ടുള്ള ആളുകൾ നിങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അപ്പൊ സമ്പന്നരായ ആളുകൾ ഓവർടേക്ക് ചെയ്യുക,
ഇത് നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്താലല്ലാതെ ഒരാൾക്കും ഇനി നിങ്ങളെ ഓവർടേക്ക് ചെയ്യാനും പറ്റൂല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ നിങ്ങളായിത്തീരുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? തുസബ്ബിഹൂൻ വതഹ്മദൂൻ വതുകബ്ബിറൂൻ ഖൽഫ കുല്ലി സ്വലാത്തിൻ സലാസൻ വസലാസീൻ. നിസ്കാരത്തിന് ശേഷമുള്ള അൻവാകളിൽപ്പെട്ട മറ്റൊരു ദിക്ർ. നിങ്ങൾ തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ ഓരോ നിർബന്ധ നിസ്കാരത്തിന് ശേഷവും 33 പ്രാവശ്യം. ഇത് നിങ്ങൾ ചെയ്താൽ എന്താണ്? അവരെ ഓവർടേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, അവരോടൊപ്പെത്താൻ പറ്റും. ഇനി നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ഒരാൾക്കും പറ്റൂല, നിങ്ങൾ ചെയ്തതുപോലെ ചെയ്തെങ്കിലല്ലാതെ. ആ കാര്യം ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ള, നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള യസീർ എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണെന്ന് പറഞ്ഞല്ലോ. അത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു. ഇത് ചെയ്താൽ നിങ്ങളാണത് നിങ്ങൾക്കിടയിൽ ഏറ്റവും ഉത്തമർ. ഏറ്റവും ഉത്തമർ നിങ്ങളാണ്. ഇതിന്റെ വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, അവരടുത്ത കംപ്ലൈന്റ് കൊണ്ടുവരും. ഞങ്ങൾ ഈ ദിക്റുകൾ പറയുന്നത് പോലെ സഹാബികൾക്കിടയിലുള്ള മത്സരം അങ്ങനെയായിരുന്നല്ലോ. അവര് സൽക്കർമ്മങ്ങളിലായിരുന്നു മത്സരിച്ചിരുന്നത്, ദുനിയാവിന്റെ കാര്യത്തിലല്ല. അവരുടെ മത്സരം സൽക്കർമ്മങ്ങളിലായിരുന്നു. ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോ സമ്പന്നരായ ആളുകളും ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കംപ്ലൈന്റ് പരിഹരിക്കാൻ കഴിയില്ല. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. അത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഫദ്ലാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കും. ഇതിന്റെ വേറെ റിപ്പോർട്ടിൽ അത് കാണാം. അപ്പൊ ഈ ഹദീസ് ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മനസ്സിലാണ്ടല്ലോ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു, സഹാബികളുടെ കൂട്ടത്തിലെ പ്രഗൽഭൻ, അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസിൽ ഇത് പറയണ അറാബിൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ഫഖാല യാ റസൂലല്ലാഹ് അല്ലിംനി ഖൈറൻ. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഖൈർ പഠിപ്പിച്ചു തരണം, ഖൈർ പഠിപ്പിച്ചു തരണം. ഫഅഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി വഖാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കൈക്ക് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഖുൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതാണ് ഖൈർ. ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഫഅഖദൽ അറാബി അലാ യദിഹി. അറാബി അയാളുടെ കൈ കൊണ്ട് ഇങ്ങനെ എണ്ണം പിടിച്ചു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. 4 എണ്ണം. സുമ്മമല്ല. എന്നിട്ട് അയാൾ പോയി. വതഫക്കറ സുമ്മ റജഅ. കുറച്ചു പോയിട്ട് അയാളിങ്ങനെ എന്തോ ചിന്തിച്ചിട്ട് തിരിച്ചു വന്നു. ഫതബസ്സമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളെ വരവ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. ഖാല തഫക്കറൽ ബായിസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോയ മിസ്കീന് ചിന്തിച്ചുകൊണ്ട് തിരിച്ചു വരികയാണല്ലോ. അയാൾ തിരിച്ചു വന്നു. വഖാല, അയാളെ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഹാദാ ലില്ലാ ഫമാലി. ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിനുള്ളതല്ലേ, എനിക്കെന്താ ഉള്ളത് ചോദിച്ചു. അള്ളാഹുവിനുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട 4 എണ്ണവും അള്ളാഹുവിന്റെ സനാ ആണ്, അള്ളാഹുവിന്റെ ജലാലത്തിനെ സംബന്ധിച്ച് പറയുന്ന വാക്കുകളാണ്, അള്ളാഹുവിനെ തൻസീഹ് ചെയ്യലാണ്, അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന പദങ്ങളാണ്. ഇതൊക്കെ അള്ളാഹുവിനുള്ളതല്ലേ, എനിക്കെന്താ? ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അറാബി ഇദാ ഖുൽത സുബ്ഹാനല്ലാഹ്, നീ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹ്, അല്ലാഹ് പറയും, സ്വദഖ്ത, നീ പറഞ്ഞത് സത്യമാണെന്ന് പറയും. വൈദാ ഖുൽത അൽഹംദുലില്ലാഹ്, നീ എന്ന് അൽഹംദുലില്ലാഹ് എന്നുള്ളത് പറഞ്ഞാൽ ഖാലല്ലാഹ്, അല്ലാഹ് പറയുന്നു, സ്വദഖ്ത, നീ പറഞ്ഞത് സത്യമാണെന്നുള്ളത് പറയും. വൈദാ ഖുൽത ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലല്ലാഹു സ്വദഖ്ത വൈദാ ഖുൽത അല്ലാഹു അക്ബർ ഖാലല്ലാഹു സ്വദഖ്ത എന്നുള്ളത് അള്ളാഹു പറയും. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, വൈദാ ഖുൽത, ഇനി നീ പറഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലി, അള്ളാഹു എനിക്ക് പുറത്തരണം. അങ്ങനെ നീ പറഞ്ഞാൽ ഖാലല്ലാഹ്, അല്ലാഹ് പറയും, ഖദ് ഫഅൽതു, ഞാൻ നിനക്കത് ചെയ്തു തന്നിരിക്കുന്നു, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയും. വൈദാ ഖുൽത അല്ലാഹുമ്മ റഹ്മനി, രണ്ടാമത്തെ പഠിപ്പിച്ചു കൊടുത്തു, എനിക്ക് റഹ്മത്ത് ചെയ്യണേ എന്നുള്ളത് നീ പറഞ്ഞാൽ ഖാലല്ലാഹ്, അല്ലാഹ് പറയും, ഖദ് ഫഅൽതു, ഞാൻ നിനക്ക് റഹ്മത്ത് ചെയ്തു തന്നിരിക്കുന്നു എന്നുള്ളത് പറയും. വൈദാ ഖുൽത അല്ലാഹുമ്മ ർസുഖ്നി, മൂന്നാമത്തത് എനിക്ക് റിസ്ക് തരണേ എന്നുള്ളത് നീ അള്ളാഹുവിനോട് പറഞ്ഞാൽ ഖാലല്ലാഹ്, അല്ലാഹ് പറയും, ഖദ് ഫഅൽതു, ഞാൻ നിനക്ക് റിസ്ക് ചെയ്തു തന്നിരിക്കുന്നു എന്നുള്ളത് പറയും. അറാബി എന്ത് ചെയ്തു? ഫഅഖദൽ അറാബി അലാ സബ്ഇൻ ഫീ യദിഹി സുമ്മ വല്ല. അയാള് 1 2 3 4 5 6 7 4 എണ്ണം അള്ളാഹ്ക്ക്, 3 എണ്ണം മൂപ്പർക്കും. അയാളിങ്ങനെ കയ്യിൽ എണ്ണം പിടിച്ചുകൊണ്ട് സുമ്മ വല്ല, എന്നിട്ട് അയാള് തിരിഞ്ഞുപോയി എന്നുള്ളതാണ് ഹദീസിലുള്ളത്. ബൈഹഖി ഉദ്ധരിച്ചിട്ടുള്ളത് സ്വഹീഹായിട്ടുള്ള ഹദീസ്. ഇതാണ് ഈ പറയപ്പെട്ട ദിക്റുകളുടെ മഹത്വം. അവിടെ ഖൈറിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് ഇതാണ്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഒരു സംഭവം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ബനി ഉദറ ഗോത്രത്തിൽപ്പെട്ട 3 ആളുകൾ വന്നു. ബനു ഉദറ ഗോത്രം 3 ആളുകൾ. ഫാസ്ലമു, അങ്ങനെ മുസ്ലിങ്ങളായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യക്ഫീനിഹിം,
ഈ മൂന്നാൾക്കാർക്ക് ആര് താമസം വേണം, തിന്നാൻ വേണം, കുടിക്കാൻ വേണമല്ലോ. ആര് സംരക്ഷണം കൊടുക്കും? കാലത്തുലഹ തുലഹ റളിയല്ലാഹു പറഞ്ഞു ആനുണ്ടെന്ന് കണ്ടോ. നേരത്തെ പറഞ്ഞതുപോലെ അവര് നന്മകളിൽ ഫലത്തനാഫിസിൽ മുത്തനാഫിസ് എന്ന് പറഞ്ഞ നന്മകളിൽ മത്സരിക്കുകയാണ്. ഞാനിങ്ങളൊക്കെ ബേക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്, ഏറ്റവും ബേക്കിലായിരിക്കും നന്മകളുടെ കാര്യം. കാരണം പിശാച് അത്രത്തോളം നമ്മുടെ പിന്നാലുണ്ട്. എല്ലാ നന്മകളിൽ നിന്നും മാറി നിൽക്കുകയാണെന്നാണ് ഇന്നത്തെ ഒരു ഭാഷ. എല്ലാ നന്മകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് ഇന്നത്തെ ട്രെൻഡ് അതാണ്. തെർസിന് ആളെ കിട്ടൂല, ഖുർആൻ പഠിക്കാൻ ആളുണ്ടാവില്ല, ഇൽമു പഠിക്കാൻ ആളുണ്ടാവില്ല, വേറെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആളുകളുണ്ടാവില്ല. ഒക്കെ ദുനിയാവിന്റെ ശുഗലുകൾ. ഒന്നിനും ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ആഴ്ചയിൽ 1 മണിക്കൂർ പോലും ഖുർആനും ഹദീസും പഠിക്കാനും സമയമില്ലാത്ത ഒരു ജീവിതങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. പക്ഷെ അവര് മത്സരിച്ച് നന്മകൾ. അബൂ തുലഹ റളിയല്ലാഹു പറഞ്ഞു, ഈ 3 ആൾക്കാരുടെ കാര്യം ഞാനേറ്റു. അവർക്ക് തിന്നാനും കൊടുക്കാനും രാത്രി കിടക്കാനൊക്കെ എന്റെ വീട്ടില്. അങ്ങനെ അബൂ തുലഹ റളിയല്ലാഹു പറയുന്നത് ഫഖാനു ഇൻദഹു, ഹദീസിൽ പറയുന്നത് അങ്ങനെ അവർ ആ 3 ആളുകൾ അബൂ തുലഹ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്, തുലഹ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. ഫബഅസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസൻ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ അയച്ചു. ആ 3 ആളുകളിൽപ്പെട്ട ഒരാള് ആ സൈന്യത്തിലുണ്ടായിരുന്നു. അയാൾ യുദ്ധത്തിന് പോയി, അയാൾ രക്തസാക്ഷിയായി. ഒരാൾ മരിച്ചു, ഒരാൾ ഷഹീദായി. തുലഹ റളിയല്ലാഹു പറയണം സുമ്മ ബഅസ ബഅസൻ ഫഖറജ ഫീഹി അൽ-ആഖർ. പിന്നെ മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ സൈന്യത്തെ അയച്ചു. ആ 3 ആളുകളിൽ 2ാമത്തെ ആൾ ആ സൈന്യത്തിൽ പോയി. അയാൾ യുദ്ധം ചെയ്തു, അയാളും ഷഹീദായി. അപ്പൊ 2 ആൾക്കാർ ഷഹീദായി. ആ 3 ആളുകൾ 2 ആൾക്കാർ ഷഹീദായി. സുമ്മ മാത സാലിസു അലാ ഫിറാശി. 3ാമത്തെ ആൾ അയാൾക്ക് ജിഹാദ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ സ്വാഭാവികമായ രൂപത്തിൽ അയാൾ മരിച്ചു. വെറുപ്പിൽ കിടന്ന് വെറുപ്പിൽ കിടന്ന് മരിച്ചു, സാധാരണ രൂപത്തിൽ മരിച്ചു. ഖാല തുലഹ റളിയല്ലാഹു പറഞ്ഞു ഫറഅയ്തു ഹൗലാഇ സലാസ ഫിൽ ജന്ന. ഈ 3 ആളുകളെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു. വറഅയ്തുൽ മയ്യിത അലാ ഫിറാശി അമാമഹു. ഈ 3 ആളുകളുടെ മുന്നിൽ ഇമാമായിട്ട് ആരുണ്ട്? സാധാരണ രൂപത്തിൽ മരണപ്പെട്ട ആളാണ് ഒന്നാമതായിട്ടുള്ളത്. ഇതിന്റെ വേറെ റിപ്പോർട്ടിൽ കാണാം 2 ആളുകൾ എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇപ്പൊ റമദാനിലെ ഫളായിലുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഹദീസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിന്റെ വേറെ ഒരു പരമ്പരയിൽ കൂടെ വന്നിട്ടുള്ള ഹദീസാണത്. ഇതിൽ 3 ആളുകളാണ്. അതിൽ പറഞ്ഞ കാര്യം വേറെ, ഇതിൽ പറഞ്ഞ കാര്യം വേറെ. ആ ആളുകൾ ചിലപ്പോൾ ആ ഹദീസ് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഈ ഹദീസ് കൂടി മനസ്സിലാക്കിക്കോ. അബൂ തുലഹ റളിയല്ലാഹു അൻഹു എപ്പോഴും അബൂ തുലഹ ഈ ദർസ് കേൾക്കുന്ന ആളുകൾ ഇനി അത് തിരുത്താൻ നിൽക്കൂല. അബൂ തുലഹ എന്നുള്ളത് പല സ്ഥലത്ത് ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് നീക്കം ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ തുലഹ റളിയല്ലാഹു അൻഹു ചിലത് അങ്ങനെ പറഞ്ഞു വെച്ച് അങ്ങനെ ശീലാകാണ്. തുലഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ 3 ആളുകളിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചതാര്? സാധാരണ രൂപത്തിൽ മരിച്ച ആള്. പിന്നെ 2ാമത് സ്വർഗത്തിൽ പ്രവേശിച്ചതോ അവസാനം പിന്നെ ഷഹീദായിട്ടുള്ള ആള്. 3ാമതായിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചതോ ആദ്യം ഷഹീദായിട്ടുള്ള ആള്. അപ്പൊ തുലഹ റളിയല്ലാഹു അൻഹു ഇതെങ്ങനെ ശരിയാണത്? ഷഹീദായിട്ടുള്ള ആളുകളല്ലേ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാൻ കർത മിൻ ദാലിക, അതിലെന്താണ് ഇത്ര അത്ഭുതം, അതിലെന്താ സംശയിക്കാൻ എന്താണ്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തു ലൈസ അഹദുൻ, അതിന്റെ കാരണം പറഞ്ഞെടുത്തു. ലൈസ അഹദുൻ അഫ്ളല ഇൻദല്ലാഹി മിൻ മുഅ്മിനിൻ യുഅമ്മിറു ഫിൽ ഇസ്ലാമി. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളുമില്ല. അയാൾക്ക് കിട്ടിയ ആയുസ് അയാൾ ഇസ്ലാമിൽ ചെലവഴിക്കുന്നു. ലിതസ്ബീഹിഹി വതക്ബീരിഹി വതഹ്ലീലിഹി. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, തസ്ബീഹും തക്ബീറും തഹ്ലീലും, ഇത് ഈ ഹദീസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശൈഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹസനാക്കിയിട്ടുള്ള ഹദീസ്. ഇയാളെക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള മറ്റൊരാളും അള്ളാഹുവിന്റെ അടുത്തില്ല. അയാള് തസ്ബീഹ് തക്ബീർ തഹ്ലീൽ കൊണ്ട് അയാളുടെ ജീവിതത്തെ ധന്യമാക്കിയ ആളാണ്. തൗഹീദ് ഉണ്ടാകണം, മറ്റുള്ള ഇബാദത്തുകൾ ഉണ്ടാകണം. അതോടൊപ്പം എടുത്തു പറഞ്ഞ 3 ദിക്റുകൾ ഏതാ? ഈ പറയപ്പെട്ട 3 ദിക്റുകൾ: തസ്ബീഹ്, തക്ബീർ, തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? സ്വാഭാവികമായിട്ട് മരിച്ച ആൾക്ക് കൂടുതൽ കാലം കിട്ടിയിട്ടുണ്ട്. ഈ ഹദീസിന് പല ഫായിദകളും ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കുറെ കാലം ദുനിയാവിൽ ജീവിച്ചിരിക്കുക എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിസ്കാരം കൂടി ഉണ്ടാവില്ല. അൽഹംദുലില്ലാ എനിക്ക് രോഗമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, 70, 85, 90 വയസ്സായിട്ടുണ്ടാവും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് വേറെ ഹദീസിലത് വന്നിട്ടുണ്ട്. കൂടുതൽ കാലം ജീവിക്കുക, അതോടൊപ്പം അമലുകൾ നന്നാണ്, അതിലാണ് ബർക്കത്തുള്ളത്. ദീർഘകാലം ജീവിക്കുക എന്നതിലല്ല ബർക്കത്തുള്ളത്. ദീർഘകാലം ലഭിക്കുകയും അമലുകൾ ചെയ്യാനുള്ള ബർക്കത്ത് ലഭിക്കുകയും ചെയ്താണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഫായിദകൾ അത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിൽ അയാൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ത്? തസ്ബീഹും തക്ബീറും തഹ്ലീലും. അതുകൊണ്ടാണ് ഒന്നാമത്തെ പിന്നെ സ്വാഭാവികമായ രീതിയിൽ മരണപ്പെട്ട ആള് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നീട് അവസാനം പിന്നെ 2ാമത് രക്തസാക്ഷിയായ ആളാണ് പിന്നീട് സ്വർഗത്തിൽ. കാരണം എന്താ? അയാൾ ഇത് വർദ്ധിപ്പിച്ചു, ഈ ദിക്റുകൾ വർദ്ധിപ്പിച്ചു. മനസ്സിലാണ്ടല്ലോ. അപ്പൊ ഇത്രത്തോളം മഹത്തരമായിട്ടുള്ള
പിന്നെ ദിക്റുകളാണ് ഈ പറയപ്പെട്ട ദിക്റുകൾ. നമുക്കറിയാം, പക്ഷെ എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് എളുപ്പമാണ്, എന്നാൽ അത് ചെയ്യുന്ന ആളുകൾ ഖലീലുൻ, അവർ വളരെ കുറച്ചുള്ളൂ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അപ്പോ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ വളരെ എളുപ്പമുള്ള ദിക്റുകളാണ്. അത് ഏത് രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ ആ രൂപത്തിൽ അത് കൊണ്ടുവരിക. ഇപ്പൊ 10 എന്ന് പറഞ്ഞില്ല നേരത്തെ, നിർബന്ധ നിസ്കാരത്തിന് ശേഷം ചിലപ്പോൾ നമുക്ക് ടൈം ഉണ്ടാവില്ല, അത് 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. മനസ്സിലാണ്ടല്ലോ. നേരത്തെ പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം ഉണ്ടല്ലോ, അത് പിന്നെ വിശദീകരിക്കാൻ സമയമല്ല, അത് ഒരൊറ്റ വിഷയമായിട്ട് പറയേണ്ട ഒരു സംഗതിയാണത്. ഏത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കംപ്ലൈന്റ് പറഞ്ഞ സംഭവം, അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിന് ഒരുപാട് ഷറഹുകൾ വരുന്നുണ്ട്. കാരണം ഈ ആട്ടുകല്ലാട്ടി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കൈകളിൽ താമ്പ് വന്നു എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറച്ച് അടുത്തേക്ക് കുറച്ച് തടവുകാരെ കിട്ടിയിട്ടുണ്ട്. ആ വിവരം ആരറിഞ്ഞോ? ഫാത്തിമ റളിയല്ലാഹു തആല അറിഞ്ഞു. കുറച്ച് തടവുകാരെ പിടിച്ച് റസൂലുള്ളാഹിന്റെ അടുത്തുണ്ട് എന്നുള്ള വിവരം ഫാത്തിമ റളിയല്ലാഹു തആല കിട്ടി. ഉടനെ ഫാത്തിമ റളിയല്ലാഹു തആല ചെന്നിട്ട് എന്ത് പറഞ്ഞു? അതിൽ ഒരാളെ, ഒരു ഖാദിമിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ വന്നപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അല്ല, ആയിഷ ബീവി വീട്ടിലുണ്ട്. അപ്പൊ ആയിഷ ബീവിനോട് കാര്യം പറഞ്ഞു, കുറച്ച് തടവുകാരെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരു ഖാദിമിനെ എനിക്ക് വേണം, എനിക്ക് വയ്യ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോ ആ വിവരം പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ വീട്ടിലേക്ക് പോയി, മകളാണല്ലോ, മകളുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് 2 ആളെയും വിളിച്ചു. എന്നിട്ട് ആ ഹദീസിൽ കാണാം, 2 ആളെയും വിളിച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ചോദിച്ച കാര്യം ഉണ്ടല്ലോ, ആ ചോദിച്ചതിനേക്കാൾ നല്ലൊന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ അതില് 34 പ്രാവശ്യം അല്ലാഹു അക്ബറാണ്, പിന്നെ ബാക്കിയുള്ളത് സുബ്ഹാനല്ലാഹ്, പിന്നെ അൽഹംദുലില്ലാഹ്, അത് പിന്നെ 33 പ്രാവശ്യം, മറ്റത് 34 പ്രാവശ്യം. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഫഹുവ ഖൈറുൽ ലക്കും മിൻ ഖാദിമിൻ, ഒരു ഖാദിമിനേക്കാൾ നിങ്ങൾക്ക് 2 ആൾക്കും നല്ലത് ഇതാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? ഒരു ഖാദിമിനെ ചോദിച്ചിട്ട് ഇത് ദിക്ർ പഠിപ്പിച്ചു കൊടുക്കണം. ഇതിന്റെ ഒന്നിലധികം ഷറഹുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ഷറഹ് എന്താ, ഒന്നിലധികം ഷറഹുകളുണ്ട്. അതിലൊരു ഷറഹ് വന്നിട്ടുള്ളത് വെച്ചാൽ ഈ ദിക്റുകൾ എന്നുള്ളത് മാനസികമായ കരുത്ത് മാത്രമല്ല നൽകുക എന്നുള്ളതാണ്, ശാരീരികമായിട്ടുള്ള കരുത്തുകളും ദിക്ർ കൊണ്ട് കിട്ടും എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ശരീരം കൊണ്ട് ആരോഗ്യം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ ദിക്റുകൾ പതിവാക്കിയാൽ ചെയ്യാൻ പറ്റുന്ന ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്. ചില ആയത്തുകളുടെ തഫ്സീറുകളിൽ പിന്നെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് മാത്രം ഒരു വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറും ഈ ദിക്റുകൾ ദുആകൾ എന്നുള്ളത് അസുഖം വന്നാൽ ചെല്ലാനുള്ളത് മാത്രമാണെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഇത് പതിവാക്കണം എന്ന് പറയാനുള്ള കാരണം. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശൈത്താന്റെ ഉപദ്രവം വരുമ്പോൾ മാത്രം ചെല്ലാനുള്ളതല്ല ഈ ദിക്റുകൾ അദ്കാറുകൾ എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം അതിന് ഉദാഹരണം പറയുന്നത് ഇബ്നു തൈമിയ്യനാണ്. പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഈ ഹദീസ് അതിന് ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്ത് ശാരീരികമായിട്ടുള്ള ഖുവ്വത്തുകൾ ഈ ദിക്റുകൾ കൊണ്ട് കിട്ടുന്നതാണ്. ഇബ്നു തൈമിയ്യൻ അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കണമെന്ന് വെച്ചാൽ അദ്ദേഹം പറയാറുണ്ട്, ഇബ്നു തൈമിയ്യയുടെ നടത്തം, ഇരുത്തം, എഴുത്ത്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ജിഹാദ്, അതൊന്നും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല എന്നുള്ളതാണ്. യുദ്ധം ചെയ്ത ആളാണ് ഇബ്നു തൈമിയ്യ. എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നത്, ഒരു മനുഷ്യൻ ഒരാഴ്ച കൊണ്ട് എഴുതി തീർക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇബ്നു തൈമിയ്യ എഴുതി തീർക്കുന്ന. അതേപോലെ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം ശരിക്കൊരു ധീരനായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആലോചിക്കണം. ഇബ്നു തൈമിയ്യയുടെ ചരിത്രം പറഞ്ഞെടുത്ത് പിന്നെ ഇബ്നുൽ ഖയ്യിം അത് വിശദീകരിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് ഷറഹുകളുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിന് തെളിവ് കൊണ്ടുവന്നത് ഈ ഒരു ഹദീസാണ്. ഇവിടെ ആ ഖാദിമിന്റെ പവർ പല രൂപത്തിൽ വിശദീകരണം വന്നിട്ടുണ്ട്. ആ ഖാദിമിന്റെ പവർ ഈ ഹദീസ് കൊണ്ട് കിട്ടും. വേറെ രൂപത്തിൽ വന്നിട്ടുള്ളത്, ആ ഖാദിമ് ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇവർക്ക് പറ്റും, ആ ദിക്റുകൾ കൊണ്ട് ഇവർക്ക് പറ്റും. പക്ഷെ അത് പതിവാക്കണം, ജീവിതത്തിൽ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കിയിട്ടില്ല എന്ന് അലി റളിയല്ലാഹു പറയും. ആ ഒരുത്തൻ ചോദിക്കും, സിഫീൻ യുദ്ധത്തിന്റെ അന്നോ? അലി റളിയല്ലാഹു പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിൽ വന്നത് പഠിപ്പിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഫമാ തറക്തുഹാ ബഅദു, ഈ 34, 33, 33 എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയും. ഉടനെ ഒരാളുടെ ക്വസ്റ്റ്യൻ, വലാ ലൈലത്തെ സിഫീൻ, സിഫീൻ യുദ്ധത്തിന്റെ അന്നോ? അലി റളിയല്ലാഹു അൻഹുമായിട്ട് പിന്നെ അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു തമ്മിൽ നടന്ന യുദ്ധം ഉണ്ടല്ലോ, അന്നോ? അന്ന് യുദ്ധം നടക്കണല്ലോ. അപ്പൊ അലി റളിയല്ലാഹു പറയും, വലാ ലൈലത്തെ സിഫീൻ, സിഫീൻ യുദ്ധത്തിന്റെ ആ രാത്രി പോലും ഞാൻ ഈ ദിക്റുകൾ ഒഴിവാക്കിയിട്ടില്ല. ഇതാണ് ഈ ദിക്റിന്റെ മഹത്വം. മനസ്സിലാണ്ടല്ലോ, ഇതാണ് ദിക്റിന്റെ മഹത്വം. അപ്പൊ ഇതിന്റെ വേറെയുള്ള ഷറകൾ നമുക്ക് പിന്നീട് വേറെയും ഷറകൾ വന്നിട്ടുണ്ട്. മനസ്സിലാണ്ടല്ലോ, എന്ത് ഈ ദുനിയാവിൽ കിട്ടുന്ന ഒരു ഖാദിമിനേക്കാൾ നിങ്ങൾക്ക് ഖൈർ എന്താണ് പരലോകത്ത് കിട്ടുന്ന, അങ്ങനെയുള്ള ഷറകളും വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഷറകൾ അതിൽ വന്നിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ശരിക്ക് മാനസികമായിട്ടുള്ള കരുത്ത്, അത് ഈ സഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ
മാനസികമായ കരുത്ത് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ശാരീരികമായിട്ടുള്ള കരുത്തുണ്ടാവും. ശത്രുക്കളെ കാഫിര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ശാരീരികമായിട്ടുള്ള കരുത്തും ആരോഗ്യം ഉണ്ടെങ്കിലും മാനസികമായിട്ട് അവർ ദുർബലരായിരിക്കും. അതുകൊണ്ട് തന്നെ പല രംഗത്ത് അവർ പരാജയപ്പെടും. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാനസികമായിട്ടുള്ള കരുത്താണ് എന്ത്, അവരുടെ ആ ശാരീരികമായിട്ടുള്ള കരുത്ത്. അത് വെറും മാനസികമായിട്ടുള്ള കരുത്തല്ല ദിക്റുകൾ കൊണ്ടുണ്ടാണത്. അപ്പൊ അത് മറ്റൊരു വിശാലമായിട്ടുള്ള വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ സംബന്ധിച്ച് പിന്നീട് പറയാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ, വിശദീകരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പതിവാക്കാൻ നമ്മൾ ശ്രമിക്കുക. മനസ്സിലാണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.